ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉള്ളി ചേർത്ത് ഒരു വെറൈറ്റി പുട്ട് തയ്യാറാക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യം പുട്ടിന് ആവശ്യമായ മാവ് തയ്യാറാക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി മാവിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. ശേഷം നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, സ്ലൈസായിട്ടരിഞ്ഞ 1 സവോള, കുറച്ച് ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ 1 പച്ചമുളക് സ്ലൈസായിട്ട് അരിഞ്ഞത്, 1 ചെറിയ തക്കാളി, ഇത്രയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്ത് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. കുതിർത്ത് വെച്ചിരുന്ന പുട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ മാവെല്ലാം നന്നായി നനഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പുട്ടുപൊടിയിൽ യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ മാവും ഉള്ളിയും എല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. നിറച്ചതിന് ശേഷം മുകളിലായി കുറച്ച് തേങ്ങ തിരുമിയത് കൂടി ചേർക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ പുട്ട് നന്നായി വെന്തു വന്നിട്ടുണ്ട്. കാണുന്ന ഭംഗി പോലെ ടേസ്റ്റുമുണ്ട്. കറിയുടെ ഒന്നും ആവശ്യമില്ല ഈ പുട്ട് കഴിക്കാനായി. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ട് ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.